വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പം നമ്മൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂരാട് പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. കഴിഞ്ഞ ദിവസം മൂരാട് പാലത്തിൻ്റെ ഭാഗത്ത് വലിയൊരു അപകടം ഉണ്ടായി. നമ്മുടെ മൂരാട് പുതിയ 6 വരി പാതയാണ്. അപ്പോൾ ആ ഭാഗത്ത് ഒരു കാറ് ഇടിച്ചിട്ട് ഒരു സ്ത്രീ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു 50 വയസ്സുള്ള ഒരു സ്ത്രീ റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു, ഡിവൈഡറിൻ്റെ പിറകിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇടിച്ചിട്ട് ഡിവൈഡർ ആ സ്ത്രീയുടെ ദേഹത്ത് വീണിട്ട് മരണപ്പെടുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ടായി. നേരത്തെ മൂരാട് പാലത്ത് എക്സ്കവേഷൻ ചെയ്ത ഭാഗമൊക്കെ ഇടിഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാറാണ് കഴിഞ്ഞ ദിവസം 3 കുട്ടികളാണ് ഈ ഒരു വാഹനം, അതായത് 10-22 വയസ്സ് ആ ഒരു ഏകദേശം പ്രായമുള്ള കുട്ടികളാണ് ഈ വാഹനം ഡ്രൈവ് ചെയ്തത്. അപ്പം ഭയങ്കരമായ സ്പീഡിൽ ഓവർ സ്പീഡിൽ വന്ന വാഹനം ഡിവൈഡറിലിടിക്കുകയും ആ ഡിവൈഡർ ഇടിയുടെ ആഘാതം കൊണ്ട് തെറിച്ച് സ്ത്രീയുടെ മേത്ത് പതിക്കുകയും അങ്ങനെ ഉടൻ തന്നെ സ്പോട്ടിൽ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതിനകത്തുള്ള 3 യാത്രക്കാരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾക്കും വലിയ പരിക്ക്, നല്ല രീതിയിലുള്ള പരിക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ്, ഏകദേശം ഈ ഒരു പ്രദേശത്തു നിന്നാണ് ആക്സിഡൻറ്റ് നടന്നത്. നാട്ടുകാരെയൊക്കെ വളരെ ആശങ്കയിലാക്കിയ, വലിയ പ്രയാസം ഉണ്ടാക്കിയ അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അതേപോലെ തന്നെ പലയിടത്തും വാഗാട് വർക്ക് എടുക്കുന്ന സമയത്ത് റോഡ് ഡൈവേർഷൻ ചെയ്യുമ്പോൾ അത് കൃത്യമായ സിഗ്നൽ ബോർഡുകളും അല്ലെങ്കിൽ ലൈറ്റുകളൊക്കെ സ്ഥാപിക്കാത്തതും വലിയ അപകടങ്ങൾ പലപ്പോഴും കാരണമുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ വടകരയിൽ മറ്റൊരു പ്രദേശമാണ് കരിമ്പനപ്പാലം എന്ന പ്രദേശത്ത്. ഇവിടെ 24 മണിക്കൂറും ട്രാഫിക് ബ്ലോക്കാണ്. കാരണം മറ്റൊന്നല്ല, കരിമ്പനപ്പാലം തോട് എന്ന് പറയുന്ന ഒരു പ്രദേശം നേരത്തെ 2 സൈഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം നേരത്തെ പോയിരുന്ന, അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രദേശം ക്ലോസ് ചെയ്യും. 1 സൈഡിൽ നമ്മൾ TVSൻ്റെ ഷോറൂമുള്ള ആ ഒരു ഭാഗത്ത് മാത്രം ഇപ്പോൾ 1 വേ അല്ല 2 വേ ആക്കിയിട്ട് ഒരു ചെറിയ സർവീസ് റോഡിൻ്റെ സ്പേസ് 2 ഭാഗത്തും വലിയ വാഹനങ്ങൾ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും ട്രാഫിക് ബ്ലോക്കിൻ്റെ അവസ്ഥ? അപ്പോൾ അതാണിപ്പോൾ നിലവിലുള്ളത്. അതേ സ്ഥാനത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കാര്യമായിട്ടുള്ള വർക്കൊന്നും നടക്കുന്നില്ല. അപ്പം എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കേണ്ടതിന് പകരം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഈ രീതിയിൽ ഡൈവേർഷൻ ചെയ്തിരിക്കുന്നത് വലിയ പ്രയാസമാണ്. ചില്ലറ പ്രശ്നമൊന്നുമല്ല സത്യത്തിൽ വടകര ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്തുള്ള വർക്ക് തീർത്തില്ലെങ്കിൽ വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയാവും. നമ്മുടെ എന്താ പറയുക, മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ് എന്ന് പറയുന്ന ഒരവസ്ഥയായിരിക്കും. കാരണം ഓൾറെഡി ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് വടകര. അതിനിടയിൽ ഈ ഡൈവേർഷന് കൂടി വരുമ്പോൾ ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നു. ഒരു ഓട്ടോ അതേപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്ക് നേരാൻ വന്ന ടാക്സി വാഹനങ്ങൾക്ക് ഓടാൻ കഴിയുന്നില്ല. സ്റ്റാൻഡിലൊക്കെ ആളുകൾ വണ്ടി ഉണ്ടായിട്ട് മണിക്കൂറുകളോളം വണ്ടി കിട്ടാതെ കാത്തു നിൽക്കുന്ന അവസ്ഥയാണ്. പുതിയ ബസ് സ്റ്റാൻഡിലായാലും പഴയ ബസ് സ്റ്റാൻഡിലായാലും ഈ ഒരൊറ്റ വടകരയിലെ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ വടകരയിലെ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ടൗണിൽ ഓടാൻ വരെ മടിയാവുന്ന ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഇപ്പോൾ ഉള്ളത്.